ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കോളിഫ്ലവർ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിനായിട്ട് ഒരു കോളിഫ്ലവർ എടുത്ത ശേഷം അതിലെ ഇലകളെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കോളിഫ്ലവറിനെ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തണ്ട് കുറച്ച് നീളത്തിൽ വെച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി കോളിഫ്ലവർ വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അതിനായിട്ട് കോളിഫ്ലവറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ വെക്കുന്നുണ്ട് കേട്ടോ. ശേഷം 2-3 പ്രാവശ്യം വൃത്തിയായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയ ശേഷം കഴുകിയെടുക്കാം. ഇനി സവാള ചെറിയ ചെറിയ പീസായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് വെളുത്തുള്ളിയും കൂടി അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി സ്റ്റൗ ഓണാക്കിയ ശേഷം അതിലേക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളുത്തുള്ളിയും മുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ ആവശ്യമായത്ര ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലതുപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല പൗഡറും അതുപോലെ തന്നെ ചിക്കൻ മസാലയും കൂടി ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം കുറച്ച് ഉപ്പും വെള്ളം കൂടി ചേർത്ത് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല പറ്റുന്ന രീതിയിൽ വേണം ഇളക്കി കൊടുക്കുന്നതിനായിട്ട്. ശേഷം ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. 15 മിനിറ്റ് ഏകദേശം വെച്ച് കൊടുത്തപ്പോൾ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു അടിപൊളി കോളിഫ്ലവർ മസാല റെസിപ്പിയാണ്. എല്ലാവരും എന്തായാലും വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ശേഷം നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.